മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ എണ്ണ ശുദ്ധീകരണ ശാല പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ ഈ പാചകവാത വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടായത് ഹോട്ടലുകളുടെ നടത്തിപ്പിനെ ബാധിക്കുന്നു. ബംഗളൂരിൽ ഹോട്ടലുകൾ നടത്തുന്ന ഉടമകൾ ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. ഇന്നു മുതൽ ഹോട്ടലുകളൊക്കെ ബാംഗ്ലൂർ നഗരത്തിൽ ഭാഗികമായി അടച്ചിടുമെന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പെട്ടെന്ന് ഇടപെടണമെന്നും ഹോട്ടൽ ഉടമകൾ ആവശ്യപ്പെടുന്നു. പാചകവാതക വിലവർധനയിൽ കേരളത്തിലെ ഹോട്ടൽ ഉടമകളും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം നമ്മളെ നേരിട്ട് സ്വാധീനിച്ചതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ഭാഗികമായി ഹോട്ടൽ അടച്ചിടാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ളത്. സജു ചാമക്കാലയിൽ ബംഗളൂരു സെൻറ്റ് ജോൺസ് റോഡ് അവിടെ നിന്ന് ചേരുന്നു. അതുപോലെ കലൂരിൽ നമ്മുടെ കേരളത്തിലെ ഹോട്ടലുകളെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ കൊച്ചി കലൂരിൽ നിന്ന് ആൻമരിയ സണ്ണിയും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ആദ്യം സജു ചാമക്കാലയിൽ പറയും. വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ബാംഗ്ലൂരിലെ ഹോട്ടൽ ജീവനക്കാർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോട്ടൽ ഉടമകൾ നമ്മോട് പറയുന്നത് ഒറ്റ ആഴ്ചക്കിടെ മാത്രം കൂടിയത് 250 രൂപയാണ്. നേരത്തെ 1850 രൂപയിൽ നിന്ന് ഇപ്പോൾ 2100 രൂപയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മധ്യപൂർവേഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതകപ്പുണ്ട്. ഇപ്പോൾ അതിന്റെ ലഭ്യതക്കുറവ് വലിയ തോതിൽ ഇവരെയൊക്കെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു മലയാളി ചേരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഏകദേശം 10-15 വർഷമായിട്ട് ഹോട്ടൽ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാണ് ഈ പ്രതിസന്ധി അവരെ ബാധിച്ചതെന്ന്. എന്താണ് നിങ്ങളുടെ പേരെന്താണ്? പേര് സാജിദ്. പൊന്നാനി. ഇത് വലിയൊരു പ്രതിസന്ധിയായിട്ട് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ 1850 രൂപ സിലിണ്ടറിന് റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 250 രൂപ കൂടിയിട്ട് 2100 ആയിട്ടുണ്ട്. ഒരു ദിവസം 4-5 സിലിണ്ടറൊക്കെ ഉപയോഗിക്കുന്ന ഹോട്ടലുകാരാണെന്നുണ്ടെങ്കിൽ 1000-1500 രൂപയുടെ വർധനമാണ് ഒരു ദിവസത്തെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ നടത്തിക്കൊണ്ടുപോലും ഭയങ്കര ബുദ്ധിമുട്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഇതുവരെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാവണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹോട്ടൽ ഉടമകളുടെ തീരുമാനം പ്രകാരം ഇന്നു മുതൽ അടച്ചിടേണ്ട സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സിലിണ്ടർ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ ഹോട്ടലുകാർ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്, ഇല്ലാത്തവർ അടച്ചു പോകേണ്ട സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ ഇനിയും വരും ദിവസങ്ങൾ പ്രതിസന്ധി രൂക്ഷമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അടച്ചിടാനുള്ള തീരുമാനത്തിലേക്ക് വരും. സിലിണ്ടർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അടച്ചിടേണ്ടി വരും. എത്ര വർഷമായി ഇവിടെ? ഒരു 18 വർഷത്തോളമായി. ആദ്യമായിട്ടാണ് ഇത്ര വലിയ തോതിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നത്? അതെ, ആദ്യമായിട്ടാണ്. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ട് പ്രതിസന്ധി. ഈ വർഷം ആദ്യം എത്ര രൂപയാണ് സിലിണ്ടറിന്റെ വില? 1850, 1800 ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒരു 3 ദിവസത്തിന്റെ വേരിയേഷനാണ് 250 രൂപ. 250 ഇനിയും കൂടാന്നാ പറയുന്നത്. 2000 കൂടാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടാനില്ല. സിലിണ്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടാത്ത സ്ഥിതിയാണ്. എത്ര ദിവസമാണ് ബുക്കിംഗ് ചെയ്തിട്ട് എത്ര ദിവസത്തിന് ശേഷമാണ് ഈ സിലിണ്ടർ കിട്ടുന്നത്? ഇത് കൊമേഴ്ഷ്യൽ സിലിണ്ടർ രാവിലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ വെയിറ്റിംഗ് ആണ് അങ്ങനെ വരുന്നത്. വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് തന്നെയാണ്, വലിയ പ്രതിസന്ധിയാണ് ഇവർ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ റോഡിൽ, സെന്റ് ജോൺസ് റോഡിൽ ധാരാളം മലയാളികളൊക്കെ ഉണ്ട്. അവർ വർഷങ്ങളായിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നവരാണ്. അപ്പോൾ ഈ പാചകവാത സിലിണ്ടറിന്റെ പ്രതിസന്ധിയും ലഭ്യതക്കുറവും വലിയ തോതിൽ മലയാളികളെ അടക്കം ബാധിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധത്തിലേക്ക് അടക്കുമെന്നാണ് ഇവരിപ്പോൾ നമ്മോട് വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു സജു ചാമക്കാലയിൽ. ഇനി കലൂരിൽ നിന്ന് ആൻമരിയ സണ്ണി വിളിച്ചു. ആൻമരിയ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഈ പശ്ചിമേഷ്യയിലെ യുദ്ധത്തി അത് നമ്മുടെ അടുക്കളയും പൊള്ളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ പാചകവാത സിലിണ്ടറുകളുടെ വിലവർധനവും അതോടൊപ്പം തന്നെ ഇതിന്റെ ലഭ്യതക്കുറവും എന്ന് പറയുന്നത്. ഞാൻ ഈ കലൂരിലെ ഒരു ഹോട്ടലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തകൃതിയായിട്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അതോടൊപ്പം രാവിലെ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. ഈ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വിലവർധനവ് മാത്രമല്ല, ഈ സിലിണ്ടറുകൾ ലഭ്യമാക്കുന്നതിലുള്ള ഒരു കുറവാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. സാധാരണ നിലയിൽ സിലിണ്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 2 സിലിണ്ടറുകൾ വരെ എത്തുന്ന സാഹചര്യങ്ങൾ നിലവിലുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സിലിണ്ടർ എത്തുന്നത്. അത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കടക്കുന്നത്. ചേട്ടാ, വലിയൊരു പ്രതിസന്ധിയിലേക്ക്. ശനിയാഴ്ചയാണ് നമുക്ക് ഗ്യാസ് സപ്ലൈ കിട്ടിയത്. അത് ശേഷം കിട്ടിയിട്ടില്ല. നമ്മളിവിടെ നിലവിൽ ഒരു ദിവസം 2 സിലിണ്ടർ 3 സിലിണ്ടർ ആവശ്യമുണ്ട്. നമ്മളിവിടെ ബഫേ സദ്യയാണ് കൊടുക്കുന്നത്. ബോർഡ് കാണിച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പം 70 രൂപയ്ക്ക് സദ്യ കൊടുക്കണമുണ്ട്. 12 മണി തൊട്ട് 3 മണി വരെ നല്ല തിരക്കുകളാണ്. ഒരു ഏകദേശം 40 കിലോ അരിയുടെ ആൾക്കാർ കവർ ചെയ്യും. നിലവിലത്തെ സാഹചര്യം ഇന്നും കൂടി ഓടാനുള്ള ഗ്യാസ് ഉണ്ട്. ഇന്നും കൂടി ഓടാനുള്ള ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് അവർ ഡെലിവറി ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കണമില്ല. അങ്ങനെ അതാണ് സംവിധാനം. നിലവിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിറകിലേക്ക് മാറാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്ര നമ്മൾ ഓൺലൈൻ മേഖലയിലൊക്കെ അതാണ് ഷൂട്ട് ചെയ്തത്.
അതിലൊക്കെ അവസ്ഥകൾ ഓൺലൈൻ മേഖലയിലൊക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഊണും സദ്യയുടെ 70 രൂപക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടംമാതിരി ആൾക്കാർ വരുന്നുണ്ട്. അതുതന്നെയാണ് ഇങ്ങനെയുള്ള ഹോട്ടലുകളിലേക്കൊക്കെ വലിയ ആളുകളൊക്കെ, പ്രത്യേകിച്ച് കലൂർ മേഖലകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ എത്തുന്നതാണ്. അതുകൊണ്ട് ഹോട്ടലുകളിലൊക്കെ വലിയ തിരക്കുകളും വരുന്നതാണ്. ഒരു ദിവസം തന്നെ 2-3 സിലിണ്ടറുകളുടെയൊക്കെ ആവശ്യം വരും. ഇപ്പോൾ ആ ചേട്ടൻ നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇവരിപ്പോൾ ഈ ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിലവിൽ വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ മുഴുവനായിട്ടും വിറകടുപ്പിലേക്ക് മാറേണ്ടി വരും. പക്ഷേ അതിനകത്തും ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള നവീകരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഹോട്ടലുകൾ അവർക്ക് ഈ വിറകടുപ്പിലേക്ക് പോകുന്നതൊക്കെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനെയാണ് എങ്കിൽ ഒട്ടുമിക്ക ഹോട്ടലുകളും അടച്ചിടേണ്ട ഒരു സാഹചര്യം വരും. ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തെ മുഴുവനായിട്ടും, അത് വ്യവസായ മേഖലകളെ പൂർണ്ണമായിട്ടും ബാധിക്കുമെന്നുള്ള കാര്യം അത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എസ്കേൻ, അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾക്ക് വന്നിരിക്കുന്ന നിയന്ത്രണമാണ്. അതിൽ 2 സിലിണ്ടറുകൾ ഒരു വീട്ടിലുണ്ട് എങ്കിൽ അത് 30 ദിവസത്തിന് ശേഷം മാത്രമാണ് ബുക്കിംഗ് നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു സിലിണ്ടറാണ് ഉള്ളതെങ്കിൽ അത് 25 ദിവസത്തിന് ശേഷം അത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 ദിവസത്തിന് ശേഷമായിരിക്കും വീണ്ടും ഒരു ബുക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ പശ്ചിമേഷ്യൻ യുദ്ധം അത് ഈ നമ്മുടെ കേരളത്തിലെ അടുക്കളകളെയും അല്ലെങ്കിൽ വ്യവസായ മേഖലകളെയും അത് പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.